നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡോക്ടർ കെ.പി. യോഹാന വിട സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവല്ലയിൽ അന്ത്യവിശ്രമം. അവയവ മാഫിയയുമായി തന്റെ ബന്ധം ഹൈദരാബാദിൽ നിന്നെന്ന സാബിത്തിന്റെ മൊഴി അന്വേഷണത്തിന് പ്രത്യേക സംഘം. രാമേശ്വരം കഫേ സ്ഫോടനം, കോയമ്പത്തൂരിൽ ഡോക്ടർമാരുടെ വീടുകളിൽ NIA റെയ്ഡ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രോസിക്യൂട്ടർ. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് കനത്ത മഴ, അതിരപ്പിള്ളിയും വാഴച്ചാലും അടച്ചു. വാർത്തകൾ വിശദമായി. ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ കെ.പി. അത്തനേഷ്യസ് യോഹാന്റെ സംസ്കാരം പൂർത്തിയായി. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് 1:30 സംസ്കാരം പൂർത്തിയായത്. ഇന്ന് രാവിലെ 9 മണിവരെയായിരുന്നു തിരുവല്ലയിലെ സഭ ആസ്ഥാനത്തെ പൊതുദർശനം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആയിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. ഭാര്യ ഗിസലയ്ക്കും മക്കളായ ഡാനിയൽ, സാറ എന്നിവർക്കൊപ്പം അമേരിക്കയിൽ താമസിച്ചു വരികയായിരുന്നു ഡോക്ടർ കെ.പി. യോഹാൻ. അതിനിടെ ഡാലസിലെ പ്രഭാത സവാരിക്കിടെയാണ് വാഹനമിടിച്ച് നെഞ്ചിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റത്. ആന്തരാവയവങ്ങളിലുണ്ടായ രക്തസ്രാവം നിലയ്ക്കാൻ ശസ്ത്രക്രിയ നടത്തി. തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കണ്ടെങ്കിലും മെയ് 7 ഇന്ത്യൻ സമയം രാത്രി 7 മണിയോടെ മരിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് മൃതദേഹം കേരളത്തിലെത്തിച്ചത്. പുലർച്ചെ 3:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം വൈദികർ ചേർന്ന് ഏറ്റുവാങ്ങി. ആയിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 5ാം ഘട്ടത്തിൽ പോളിംഗിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവ്. 5ാം ഘട്ടത്തിൽ 60.48% പോളിംഗ് രേഖപ്പെടുത്തിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. 2019 61.82 5ാം ഘട്ടത്തിലെ പോളിംഗ്. ഇത്തവണ 5ാം ഘട്ടത്തിലെ വോട്ടെടുപ്പിലെ അന്തിമ കണക്കുകൾ വരുമ്പോൾ നേരിയ മാറ്റമുണ്ടായേക്കാം. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലേക്കാണ് 5ാം ഘട്ടത്തിൽ പോളിംഗ് നടന്നത്. തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടന്ന 49 മണ്ഡലങ്ങളിൽ പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. UP-യിൽ 57.79, ബീഹാറിൽ 54.85, മഹാരാഷ്ട്രയിൽ 54.33, ഒഡീഷയിൽ 69.34, ഉത്തർപ്രദേശിൽ 57.79, പശ്ചിമ ബംഗാളിൽ 76.05, ലഡാക്കിൽ 70, ജാർഖണ്ഡിൽ 63% പോളിംഗാണ് 5ാം ഘട്ട വോട്ടിംഗിൽ പ്രതിഫലിച്ചത്. ജമ്മു കാശ്മീരിൽ പോളിംഗ് 58% ഉയർന്നു. കാശ്മീരിലെ ബാരാമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ 1984 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ഉണ്ടായി. 1984 ഇവിടെ 61% പോളിംഗ് കണക്കാക്കിയിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലിയിൽ പോളിംഗിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി. 57.85% ഇക്കുറി പോളിംഗ്. കഴിഞ്ഞ തവണ ഇത് 56.34% അമേഠിയിൽ ചെറിയ വർധനവ് മാത്രമാണ് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിലുണ്ടായത്. UP-യിൽ ബാരാബങ്കിയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. 66.91% പോളിംഗ് ആണ് UP-യിലുള്ളത്. കാശ്മീരിലെ ബാരാമുള്ളയിൽ പോളിംഗ് ശതമാനം ഉയർന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താമെന്ന സൂചനയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വ്യക്തമാക്കി. ഏപ്രിൽ 19 നടന്ന ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 66.14, ഏപ്രിൽ 26 നടന്ന 2ാം ഘട്ടത്തിൽ 66.71, മെയ് 7 നടന്ന 3ാം ഘട്ടത്തിൽ 65.65, മെയ് 13 നടന്ന 4ാം ഘട്ടത്തിൽ 69.16% പോളിംഗ്. 4ാം ഘട്ടത്തിൽ മാത്രമാണ് ഇതുവരെ 2019 പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. 2 ഘട്ടങ്ങളിലെ പോളിംഗ് ഇനി നടക്കാനുണ്ട്. EP ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ കെ സുധാകരൻ കുറ്റവിമുക്തൻ. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന കെ സുധാകരന്റെ ഹർജി ഹൈക്കോടതി അനുവദിച്ചുകൊണ്ടാണ് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത്. കേസിൽ ഗൂഢാലോചന കുറ്റമാണ് സുധാകരനെതിരെ ചുമത്തിയിരുന്നത്. EP-യെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റമാണ് സുധാകരനെതിരെ ചുമത്തിയിരുന്നത്. കേസിൽ 1ഉം 2ഉം പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് തന്നെയും കുറ്റവിമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. നേരത്തെ സുധാകരനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളി. വലിയതുറ പോലീസാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിന്റെ വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കെയാണ് 2016 സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണ തടയണമെന്നും തന്നെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു ആവശ്യം.
1995 ഏപ്രിൽ 12 പാർട്ടി കോൺഗ്രസിന് ശേഷം കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്ന ഇപിയെ ട്രെയിനിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസ് അന്വേഷിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. എറണാകുളം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം അവയവ മാഫിയയുമായി തന്റെ ബന്ധം ഹൈദരാബാദിൽ നിന്നാണെന്ന് കേസിലെ പ്രതിയായ സാബിത് നാസർ മൊഴി നൽകി. ഇവിടെ നിന്നാണ് വിദേശത്തേക്കുള്ള കടത്ത് സംഘങ്ങളുമായി തനിക്ക് ബന്ധം കിട്ടിയതെന്നും സാബിത് മൊഴി നൽകിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ സാബിത് നാസർ ഇരയാക്കിയ പാലക്കാട് സ്വദേശി ഷമീറിനായുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇയാളെ കണ്ടെത്തി പരാതിയിൽ തുടർ നടപടികൾ എടുക്കാനാണ് തീരുമാനം. അവയവക്കടത്ത് നടത്തിയവരിൽ ഭൂരിഭാഗവും ബംഗളൂരു, ഹൈദരാബാദ് നഗരങ്ങളിലെ യുവാക്കളാണെന്ന് സാബിത് നാസർ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഇതിനിടെ രാജ്യാന്തര അവയവ മാഫിയ സംഘങ്ങളുമായി പ്രതിക്കുള്ള ബന്ധത്തിൽ കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 2019 മുതൽ അവയവക്കടത്തിന് ഇറാനിലേക്ക് പ്രതി സാബിത് നാസർ അടങ്ങുന്ന സംഘം ആളെ എത്തിച്ചിരുന്നു. ഇതിൽ 19 പേരും ഉത്തരേന്ത്യക്കാരാണ്. വൃക്ക നൽകാൻ തയ്യാറായി 2019 ഹൈദരാബാദിലെത്തിയതായിരുന്നു സാബിത് നാസർ. എന്നാൽ ആ നീക്കം പാളിയിരുന്നു. പക്ഷേ അവയവ മാഫിയ സംഘങ്ങളുമായി ഇയാൾ ബന്ധമർപ്പിച്ചു. പിന്നീട് ശ്രീലങ്കയിലും കുവൈറ്റിലും അവിടെ നിന്ന് ഇറാനിലും വ്യാപിച്ചു കിടക്കുന്ന രാജ്യാന്തര അവയവ മാഫിയ സംഘത്തിലെ മുഖ്യകണ്ണിയായി ഇയാൾ മാറി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സ്വാധീനിച്ച് വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും ഉൾപ്പെടെ സംഘടിപ്പിച്ചായിരുന്നു പ്രതിയുടെ ഇടപാടുകളെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമെന്ന തെളിവ് കിട്ടിയാൽ കേന്ദ്ര ഏജൻസികൾ കേസ് ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടേത് രക്തം പുരണ്ട കൈകളെന്ന് US. റൈസിയുടെ നിര്യാണത്തിൽ വാഷിംഗ്ടൺ ഔദ്യോഗികമായി അനുശോചനം അറിയിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രതികരണം. ഒരുപാട് പേരുടെ രക്തം പുരണ്ട കൈകളാണ് റൈസിയുടേതെന്ന് US ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാനിൽ നടക്കുന്ന ക്രൂരമായ മനുഷ്യാവകാശ ദംശനങ്ങളിലും ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് പിന്തുണ നൽകുന്നതിലും റൈസി ഉത്തരവാദിയാണെന്നും കിർബി പറഞ്ഞു. എന്നാൽ റൈസിക്ക് ജീവഹാനി ഉണ്ടാക്കുന്നതിൽ US-ന് ദുഃഖമുണ്ടെന്നും ഉചിതമായ രീതിയിൽ ഔദ്യോഗിക അനുശോചനം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവിതാവസാനം വരെ US-ന്റെ ഉപരോധ പട്ടികയിലുണ്ടായിരുന്ന ആളാണ് റൈസി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ജഡ്ജിയായിരിക്കുമ്പോൾ 1988 ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം രാഷ്ട്രീയ തടവുകാരായ 5000-ലേറെ പേരെ വിചാരണയില്ലാതെ തൂക്കിലേറ്റാൻ വിധിച്ച സംഭവത്തെ തുടർന്നാണ് റൈസിക്കെതിരെ US ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമനിയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ടിരിക്കെയാണ് ഇബ്രാഹിം റൈസിയുടെ മരണം. യാഥാസ്ഥിതിക പക്ഷത്തെ ശക്തനായ നേതാവായ റൈസി 2021 പ്രസിഡന്റായത്. അദ്ദേഹത്തിന്റെ കാലത്ത് മതനിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കിയത് ശക്തമായ പ്രക്ഷോഭത്തിന് കാരണമായി. ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോയത് US-ഉമായുള്ള സംഘർഷം വർദ്ധിപ്പിച്ചു. ഗാസയിൽ ഹമാസിനും ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കും യമനിൽ വിമതസേനയായ ഹൂതികൾക്കും നൽകിയ പിന്തുണയിലൂടെ ഇസ്രയേലുമായും സംഘർഷപാതയിലായിരുന്നു. കാശിയിലെ സമ്പൂർണാനന്ദ സംസ്കൃത സർവകലാശാല ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25,000 സ്ത്രീകളുമായി സംവദിച്ചു. പ്രയാഗ്രാജിൽ തിരഞ്ഞെടുപ്പ് റാലിയിലും അദ്ദേഹം പ്രസംഗിച്ചു. വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ 1909 ബൂത്തുകളുണ്ടെന്നും ഓരോ ബൂത്തിൽ നിന്നും 10 സ്ത്രീകളെ പ്രധാനമന്ത്രി മോദിയുടെ സംവാദത്തിനായി ക്ഷണിച്ചുവെന്നും കാശി മേഖലാ BJP വക്താവ് നവരത്തൻ രതി വ്യക്തമാക്കിയിരുന്നു. വൈകുന്നേരം 4-ന് ആരംഭിക്കുന്ന പരിപാടിയിലേക്ക് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ, പ്രൊഫസർമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, അധ്യാപകർ എന്നിവരെയും ക്ഷണിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെയ് 13-ന് അദ്ദേഹത്തിന്റെ കാശി റോഡ് ഷോയിൽ ഞങ്ങൾ ആവേശത്തോടെ പങ്കെടുത്തത് പ്രധാനമന്ത്രിയെ വളരെയധികം സന്തോഷിപ്പിച്ചു. അതിനാലാണ് അദ്ദേഹം ഞങ്ങളുമായി സന്തോഷം പങ്കിടാൻ വീണ്ടും ഇവിടെ വരുന്നതെന്ന് BJPയുടെ സംസ്ഥാന യൂണിറ്റ് സെക്രട്ടറിയും മഹിളാ മോർച്ച ഇൻചാർജുമായ അർച്ചന മിശ്ര പറഞ്ഞു. ചൊവ്വാഴ്ച നടക്കുന്ന പരിപാടിയിലേക്ക് സ്ത്രീകളെ ക്ഷണിക്കാൻ BJPയുടെ വനിതാ വിഭാഗം അംഗങ്ങൾ വാരാണസിയിൽ വീടാന്തരം കയറിയിറങ്ങിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. മെയ് 22-ന് ഗവൺമെന്റ് പോളിടെക്നിക് ഗ്രൗണ്ടിൽ നടക്കുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുമെന്ന് ബസ്തി പോലീസ് സൂപ്രണ്ട് ഗോപാൽ കൃഷ്ണ ചൗധരി അറിയിച്ചു. SPG സുരക്ഷാംഗങ്ങൾ ഇതിനകം ബസ്തിയിലെത്തി റാലി വേദി പരിശോധിച്ചിട്ടുണ്ടെന്നും സമീപ പ്രദേശങ്ങളിൽ ഫ്ലൈയിംഗ് സോൺ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാണ് മെയ് 20 മുതൽ 22 വരെ ഈ മേഖലയിൽ ഡ്രോണുകളോ ബലൂണുകളോ പറക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ എന്നിവരും പ്രധാനമന്ത്രി മോദിക്കൊപ്പം വേദി പങ്കിടും. രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ തമിഴ്നാട് കോയമ്പത്തൂരിൽ NIA റെയ്ഡ്. 2 ഡോക്ടർമാരുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്.
കോയമ്പത്തൂരിൽ പ്രാക്ടീസ് ചെയ്യുന്ന ജാഫർ ഇക്ബാൽ, നൈൻ സാദിഖ് എന്നിവരുടെ സായിബാബ റോഡിലെ വീടുകളിലാണ് പരിശോധന. ആന്ധ്രാപ്രദേശിലെ പരിശോധനയിൽ ഒരാൾ കസ്റ്റഡിയിലായി. അനന്ത്പൂർ ജില്ലയിൽ നിന്ന് റായ്ദുർഗ സ്വദേശി സുഹൈലിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളിൽ നിന്ന് മൊബൈൽ ഫോണും ഹാർഡ് ഡിസ്കും NIA പിടിച്ചെടുത്തു. രാമേശ്വരം കഫേ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലായി 11 ഇടങ്ങളിലാണ് NIA റെയ്ഡ് നടത്തിയത്. ബംഗളൂരുവിൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത തീവ്രവാദ ഗൂഢാലോചന കേസിലും റെയ്ഡ് നടക്കുന്നുണ്ട്. 2023 ജൂലൈയിൽ ബംഗളൂരുവിലടക്കം വിവിധയിടങ്ങളിൽ തീവ്രവാദ ആക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയതിന് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസ് 2023 ഒക്ടോബറിൽ NIA ഏറ്റെടുത്തു. ജയിലിൽ വെച്ച് വിവിധ പെറ്റി കേസുകളിൽ പ്രതികളായി എത്തിയവരെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പ്രേരിപ്പിച്ച കേസിന് ഇതുമായി ബന്ധമുണ്ടെന്ന് NIA കണ്ടെത്തിയിരുന്നു. 2008 ബംഗളൂരു സ്ഫോടന പരമ്പരയിൽ അറസ്റ്റിലായ തടിയന്റെവിട നസീറിനെ ഈ കേസിൽ പ്രതിയാക്കുകയായിരുന്നു. പിന്നീട് രാമേശ്വരം കഫേ സ്ഫോടനത്തിന് പിന്നിലും ഈ തീവ്രവാദ സംഘത്തിന് പങ്കുണ്ടെന്ന് NIA കണ്ടെത്തി. ഈ 3 കേസുകളിലും സംയുക്തമായാണ് NIA ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാതിരുന്നു, വോട്ട് ചെയ്തില്ല എന്നീ വിവാദങ്ങളിൽ മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായ ജയന്ത് സിൻഹയ്ക്ക് BJPയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ തന്നെ തഴഞ്ഞ് മനീഷ് ജയ്സ്വാളിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷം ജയന്ത് സിൻഹ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന പരാതിയും ഉയർന്നിരുന്നു. പരാതിയിന്മേൽ BJP സംസ്ഥാന നേതൃത്വത്തിന് 2 ദിവസത്തിനകം ജയന്ത് സിൻഹ മറുപടി നൽകണമെന്നും ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഹസാരിബാഗിൽ മനീഷ് ജയ്സ്വാളിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ സംഘടനാ സംവിധാനവുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ജയന്ത് സിൻഹ സഹകരിച്ചില്ല. വോട്ട് ചെയ്യണം എന്ന് ജയന്തിന് തോന്നി പോലുമില്ല. നിങ്ങളുടെ മോശം പ്രവൃത്തി കാരണം സംഘടനയ്ക്ക് നാണക്കേടുണ്ടായി എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദിത്യ സാഹു ജയന്തിന് നോട്ടീസ് അയച്ചത്. 2 ദിവസത്തിനകം നോട്ടീസിന് ജയന്ത് സിൻഹ മറുപടി നൽകണം. 61-കാരനായ ജയന്ത് ഇതുവരെ പാർട്ടിക്ക് വിശദീകരണം നൽകിയിട്ടില്ല എന്നാണ് NDTVയുടെ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന ആവശ്യം ജയന്ത് സിൻഹ മാർച്ച് 2-ന് സാമൂഹ്യ മാധ്യമമായ Xലൂടെ ഉന്നയിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനമെന്നായിരുന്നു BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയെ ടാഗ് ചെയ്ത് ജയന്ത് സിൻഹയുടെ ട്വീറ്റ്. സമാനമായി ക്രിക്കറ്റ് ചുമതലകളിൽ ശ്രദ്ധിക്കാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ഇന്ത്യൻ മുൻ ക്രിക്കറ്റർ ഗൗതം ഗംഭീറും ഉന്നയിച്ചിരുന്നു. ഇരുവർക്കും സീറ്റ് നൽകേണ്ട എന്ന് BJP തീരുമാനിക്കുകയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഗോപാൽ സാഹുവിനെ 4.79 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചയാളാണ് ജയന്ത് സിൻഹ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രോസിക്യൂട്ടറുടെ അഭ്യർത്ഥനയെ അപലപിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. ഇസ്രായേൽ നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറന്റിനുള്ള ICC പ്രോസിക്യൂട്ടറുടെ അപേക്ഷ അതിരുകടന്നതാണെന്ന് ബൈഡൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കെതിരായ ഭീഷണികൾക്കെതിരെ അമേരിക്ക എപ്പോഴും ഒപ്പം നിൽക്കുമെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു. ഹേഗ് ആസ്ഥാനമായുള്ള കോടതിയുടെ നീക്കം ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ ചർച്ചകളെ ദോഷകരമായി ബാധിക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകി. ICC പ്രോസിക്യൂട്ടറുടെ ശ്രമത്തെ അമേരിക്ക തള്ളിക്കളയുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ നെതന്യാഹുവിനും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും ഹമാസ് നേതാക്കൾക്കുമെതിരെ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് ICC പ്രോസിക്യൂട്ടർ കരീം ഖാൻ അറസ്റ്റ് വാറണ്ട് തേടിയിരുന്നു. 2002-ൽ സ്ഥാപിതമായ ICCയിൽ അമേരിക്കയോ ഇസ്രയേലോ അംഗമല്ല. നെതന്യാഹുവിനെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് യയ്യർ ലപ്പീദ് അടക്കം രംഗത്തെത്തി. സിൻവർ ഉൾപ്പെടെ തങ്ങളുടെ 3 നേതാക്കൾക്കെതിരായ പ്രോസിക്യൂഷൻ നീക്കത്തെ ഹമാസും വിമർശിച്ചു. യുദ്ധത്തിന് കാരണമായ കഴിഞ്ഞ ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനാണ് സിൻവർ. ഐക്യരാഷ്ട്ര സംഘടനകൾക്ക് കീഴിൽ നെതർലൻഡ്സിലെ ഹേഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ICCക്ക് അംഗരാഷ്ട്രങ്ങളിലെ പൗരന്മാരെ വിചാരണ ചെയ്യാനാകും. അതിനിടെ റഫേൽ ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു. മധ്യ ഗാസയിൽ ഇതുവരെ സൈന്യം എത്താതിരുന്ന ദെയർ അൽ ബല നഗരത്തിലും ആക്രമണം നടത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 106 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. നാളെ വരെ അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യത. വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണം. മറ്റന്നാളോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. പിന്നീട് ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്.
തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴിയും വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ വരെ അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യത. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. ട്രക്കിങ്ങും നിരോധിച്ചു. അതേസമയം അന്തർ സംസ്ഥാന യാത്രക്കാർക്ക് രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ ഇതുവഴി സഞ്ചരിക്കാം. KSRTC ബസ്സുകൾ സർവീസ് നടത്തും. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതിനാൽ വാഴാനി, പീച്ചി ഡാമുകൾ, ചാവക്കാട് ബീച്ച് എന്നിവിടങ്ങളിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടാകില്ല. കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളിലേക്കും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലൂടെയുള്ള രാത്രിയാത്രാ നിരോധനം ഇന്നും തുടരും. അത്യാവശ്യങ്ങൾക്കായി രാത്രി യാത്ര ചെയ്യേണ്ടവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങി യാത്ര ചെയ്യേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.